കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയോട് കല്യാണത്തെക്കുറിച്ചുള്ള സങ്കല്പം, അവളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവൾ പറയും, വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടെ ജീവിക്കണം, ചെന്ന് കയറുന്ന കുടുംബത്തിൽ അവരുമായിട്ട് ചേർന്ന് വളരെ സന്തോഷത്തോടെ പോകണം, ഭർത്താവിൻ്റെ അയോഗ്യതകളോ കുറവുകളോ ഒന്നും നോക്കാതെ ഭർത്താവിൻ്റെ ആ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തൻ്റെ ജീവിത രീതി അനുസരിച്ച് അതുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകണം. അതാണ് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം. ഇനി ഒരു ആൺകുട്ടിയുടെ സ്വപ്നം, ഒരു പുരുഷൻ്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെടും, എൻ്റെ ഭാര്യയെ വളരെ സന്തോഷത്തോടെ ഞാൻ കൊണ്ടുപോകും, കുറവുകളൊന്നും അറിയിക്കാതെ, ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ ഞാൻ ഏത് സമയത്തും അവളെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും. അതാണ് ഒരു പുരുഷൻ്റെ സ്വപ്നമെന്ന് പറയുന്നത്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറേ നാളുകൾ അവരാഗ്രഹിച്ചതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് കുറേ വർഷങ്ങൾ പോകാൻ കഴിയും. 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ഒരു 5-6 വർഷങ്ങളൊക്കെ കഴിയുന്ന സമയത്താണ് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു തുക പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് തികയാതെ വരും. എത്ര അധ്വാനിച്ച് എത്ര കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ചാലും പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് തികയാതെ വരും. ഈ ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും ചോദിക്കും, അറിയാവുന്നവരോട് ചോദിക്കും, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കടങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും കടങ്ങളൊക്കെ എടുക്കും. പിന്നീട് അത് മടക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെയാണ് പലപ്പോഴും കുടുംബങ്ങൾ കടഭാരത്തിലേക്ക്, കടങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം രാത്രി 8:30 ശേഷം 4 കുടുംബത്തിൻ്റെ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് കേരളക്കരയാകെ, ഇല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം ഈ വിഷയം കേട്ട് വളരെ ഭാരപ്പെട്ട ഒരു വിഷയമാണ്. നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, വിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. 90% ആ പെൺകുട്ടിക്ക് കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഈ നാരായണൻ വിവാഹം കഴിച്ച സമയത്ത് തന്നെ അദ്ദേഹവും ഓർത്ത് കാണും, കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണം, വളരെ സന്തോഷത്തോടെ അവളെ കൊണ്ടുപോകണം. ഇങ്ങനെയെല്ലാം ഓർത്തുകൊണ്ടായിരിക്കാം നാരായണനും വിവാഹം കഴിച്ചത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, കുടുംബം കൈവിട്ടു പോകുന്നത് പോലെ ഒരവസ്ഥയിലേക്ക്. അങ്ങനെയാണ് അവർ കോതമംഗലം പിറവം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതും പോലീസുകാരിൽ നിന്നും വളരെ നല്ലൊരു സമീപനമാണ് ഇവർക്കുണ്ടായത്. അവരിടപെട്ട് ഒരു വാടകയ്ക്ക് ഒരു വീട് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ നന്നായിട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ തീരുമാനം ഒരു കൂട്ടയാത്മഹത്യയിലേക്ക് മാറിയത്. നമ്മുടെ ഗവൺമെൻറ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വ്യക്തികളുടെ കയ്യിലേക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇനി വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി എന്ന് പറയുമ്പോൾ, വീട് വേണ്ട ആവശ്യക്കാർക്ക് 3 സെൻറ്റ് 4 സെൻറ്റ് സ്ഥലം അവർക്ക് വേണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാനുള്ള കാര്യങ്ങളും അവരുടെ കയ്യിൽ വേണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും സാമ്പത്തികമായി ഞെരുങ്ങുന്ന വ്യക്തികളിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നില്ല. ഇതുപോലുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് ഒരു വാർഡിലുള്ള വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിയും ഒരാളുടെ ജീവിത പശ്ചാത്തലവും ഒക്കെ ആ വാർഡ് മെമ്പറിന് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ വാർഡ് മെമ്പർ ഇടപെട്ട് ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടത്തക്ക രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയോ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ സഹായിക്കാനും, ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ഇവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഇവരെ സഹായിക്കാനും ഒരു പരിധിവരെ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ, ഇല്ലെങ്കിൽ ഈ വ്യക്തി ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സമുദായത്തിൻ്റെ
അധികാരികൾക്ക് ഒരുപക്ഷെ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും ഇവർ കടന്നു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ അവർ ഇടപെട്ട് അവരിലൂടെ ഗവൺമെൻറ് തലത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ അവരെ ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചാൽ ഒരുപക്ഷെ ഇതുപോലെ വളരെ ഞെരുക്കത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്കും വിദ്യാഭ്യാസത്തിന് യാതൊരു വഴിയും കാണാതെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെയും സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയത്തിൻ്റെ മുന്നിൽ ഇന്ന് അനേകർ ആത്മഹത്യയിൽ എത്തിച്ചേർന്ന സംഭവങ്ങൾ നമുക്കറിയാം. മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം തന്ന ആയുസ്സിനെ, ദൈവം തന്ന ജീവനെ ദൈവത്തിനല്ലാതെ അത് മനുഷ്യന് തിരിച്ചെടുക്കാൻ യാതൊരു അധികാരവുമില്ല. ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ പരമാധികാരത്തിൻ്റെ ഒരു ലംഘനമായിട്ടാണ് കാണുന്നത്. സ്വർഗവും നരകവും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. സ്വർഗം നഷ്ടപ്പെടുത്തി ന്യായവിധിയിലേക്ക് പോകുന്നതിനുള്ള തെളിവ് വ്യക്തമായും പറയുന്നുണ്ട്.